السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമായ വിശുദ്ധ ഖുർആനിന്റെ തഫ്സീറിൽ സൂറത്തുൽ ഖാഫിന്റെ തഫ്സീറാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നാം വായിക്കുന്ന തഫ്സീറുൽ വാളിഹ് അലാ നഹ്ജി സലഫി സാലിഹ് മുഹമ്മദ് നസീബ് അർ-റിഫാഇ റഹിമഹുല്ലാഹ് എഴുതിയിട്ടുള്ള തഫ്സീറാണ്. അതിൽ കഴിഞ്ഞ രണ്ടാഴ്ച നമുക്ക് ദർസുകൾ നടന്നില്ല. അതിനു മുമ്പ് നമ്മൾ ഏകദേശം 15 ആയത്തുകളാണ് അതിനു മുമ്പുള്ള ദർസുകളിൽ നമ്മൾ തഫ്സീർ വായിച്ചത്. അപ്പോൾ തഫ്സീർ കേൾക്കുമ്പോൾ വായിക്കുന്ന ഭാഗം നിങ്ങൾ ഒറ്റയ്ക്ക് വായിച്ചു വെക്കുകയാണെങ്കിൽ കൂടുതൽ ഉപകരിക്കും. അതിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കാനും അത് പഠിക്കാനുമെല്ലാം കൂടുതൽ ഉപകരിക്കും. അതുപോലെ തന്നെ തഫ്സീറിനോടൊപ്പം ഹിഫ്ളും പഠിക്കാൻ വേണ്ടി നാം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. 15 വരെയുള്ള ആയത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പരലോകത്തെയും അള്ളാഹുവിനെയും നിഷേധിക്കുന്ന ആളുകൾക്കുള്ള മറുപടിയാണ്. അതിനുള്ള ദലീലുകളായിക്കൊണ്ട് ആകാശഭൂമികളെ സൃഷ്ടിപ്പും അതുപോലുള്ള കാര്യങ്ങളും മുൻകഴിഞ്ഞ സമുദായങ്ങളിലേക്ക് റസൂലുകളെ നിയോഗിച്ചതും അവർ കളവാക്കിയതും അങ്ങനെയെല്ലാം ഉള്ള കാര്യങ്ങളെല്ലാം എടുത്തു പറഞ്ഞു. ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആല 16-ാമത്തെ ആയത്ത്, സൂറത്തുൽ ഖാഫിൽ 16-ാമത്തെ ആയത്ത് മുതൽ പറയുന്നത് പരലോകത്ത് ഒരടിമ നേരിടേണ്ടി വരുന്ന വിചാരണയെ സംബന്ധിച്ചും പരലോകത്ത് നടക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചും അവർക്കൊരുക്കിയിട്ടുള്ള ശിക്ഷകളെ സംബന്ധിച്ചുമെല്ലാമുള്ള ചില കാര്യങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. തഫ്സീർ അതിന്റെ തുടർച്ചയായിട്ട് അങ്ങനെ വായിക്കാം. അതായത് ഒരായത്ത് മുഴുവൻ ഓതിയിട്ടല്ല തഫ്സീർ പറയുന്നത്, തഫ്സീറിലുള്ളതുപോലെ മുറിച്ച് ഓരോ ഭാഗങ്ങളിൽ ഉള്ളതുപോലെ തന്നെ തുടർന്ന് വായിക്കാം. വലഖദ് ഖലഖനൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു. വലഖദ് ഖലഖനൽ ഇൻസാന, മനുഷ്യനെ നാം സൃഷ്ടിച്ചു, തീർച്ചയായും നാം മനുഷ്യനെ സൃഷ്ടിച്ചു. അല്ലാഹു പറയാം വനഅലമു, നമുക്കറിയാം, മാ തുവസ്വിസു ബിഹി നഫ്സുഹു, അവന്റെ നഫ്സ് എന്താണ് മന്ത്രിക്കുന്നത് എന്നും നമുക്കറിയാം. ഏസി തണുപ്പ് കുറവാണ്, ഫുള്ളിലിട്ടോ, കുറച്ച് നേരം ചൂട് കൊടുക്കും. അപ്പോ മനുഷ്യനെ നാമാണ് സൃഷ്ടിച്ചത്. അതുപോലെ തന്നെ അവന്റെ മനസ്സ് മന്ത്രിക്കുന്നത് എന്താണെന്ന് നമുക്കറിയാം എന്ന് പറയാം. ഐ മാ യുക്കിന്നു വമാ യുഖ്ഫി ഫീഹാ, അതായത് മറച്ചു വെക്കുന്ന, ഗോപ്യമായി വെക്കുന്ന, അവന്റെ മനസ്സിൽ എന്തെല്ലാം കാര്യങ്ങളാണോ മറച്ചു വെക്കുന്നത്, ഗോപ്യമായി വെക്കുന്നത്, അതെല്ലാം അള്ളാഹു അറിയുന്നുണ്ട് എന്നുള്ളത്. ഫഹുവ സുബ്ഹാനഹു ഫൗഖ സബ്ഇ സമാവാതിഹി അലാ അർശിഹി, അള്ളാഹു സുബ്ഹാനഹു വ തആല 7 ആകാശത്തിന് മുകളിൽ അവന്റെ അർശിന് മുകളിലാണ്. വഇൽമുഹു, എന്നാൽ അവന്റെ അറിവ് മുഹീത്തുൻ ബിജമീഇ മഖ്ലൂഖാതിഹി, മുഹീത്ത് എന്ന് പറഞ്ഞാൽ ചുറ്റിപ്പൊതിയുക, മുഴുവനായിട്ട് എല്ലാ നിലക്കും, മുഹീത്തുൻ ബിജമീഇ മഖ്ലൂഖാതിഹി, എല്ലാ സൃഷ്ടികളുടെയും മുഴുവനായിക്കൊണ്ട് ചുറ്റുന്ന രീതിയിൽ, മുഴുവനായി അറിയുന്ന രീതിയിൽ അവന്റെ ഇൽമുണ്ട്. يعلم اختلاج الضمائر واحاديث النفوس. يعلم اختلاج الضمائر, اختلاج എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിലുള്ള അനക്കങ്ങൾ പോലും, ളമായിർ എന്ന് ഉദ്ദേശിക്കുന്നത് ഉള്ളിലുള്ള ചെറിയ ആ അനക്കങ്ങൾ പോലും, അതുപോലെ തന്നെ വഅഹാദീസ് അൻ-നുഫൂസ്, ഒരാളുടെ മനസ്സിന്റെ ഉള്ളിലെ സംസാരങ്ങൾ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നുണ്ട്. അപ്പോൾ ഈ ആയത്തിന്റെ തഫ്സീറിൽ നോക്കൂ, ഷെയ്ഖ് മുഅല്ലിഫ് റഹിമഹുല്ലാ അവിടെ പ്രത്യേകം ഫഹുവ സുബ്ഹാനഹു ഫൗഖ സബ്ഇ സമാവാതിഹി അലാ അർശിഹി, അർശിന് മുകളിൽ, 7 ആകാശത്തിന് മുകളിൽ, അർശിന് മുകളിലാണ് അല്ലാഹു തആല എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താണ്? അത് അഹ്ലുസുന്നയുടെ അഖീദയാണ്. അയ്ന അല്ലാഹ് എന്നുള്ള ചോദ്യത്തിന്
ജാരിയത്ത്, ഒരു അടിമ പെണ്ണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മറുപടി പറഞ്ഞു. എന്താണെന്ന് പറഞ്ഞത്? ഫിസ്സമാ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അവൾ മുഅ്മിനത്താണ് എന്ന് പറഞ്ഞു. അപ്പോൾ അഹ്ലുസുന്നയുടെ അഖീദയിൽപ്പെട്ട കാര്യമാണ്. അതേസമയം അള്ളാഹുവിന്റെ ഇൽമ്, അള്ളാഹുവിന്റെ അറിവ് എന്നുള്ളത് എല്ലാ സൃഷ്ടികളെയും ചൂഴ്ന്നു നിൽക്കുന്ന എല്ലാ സൃഷ്ടികളെ സംബന്ധിച്ച് കൃത്യമായി അറിയുന്നവനാണ് അള്ളാഹു തആല. അള്ളാഹു അർശിന് മുകളിലാണ് എന്നുള്ളത് കൊണ്ട് ഒന്നും അറിയാതെ പോകുന്നില്ല എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ ഇൽമ് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, 4 മർത്തബകളിലാണ് അള്ളാഹുവിന്റെ ഇൽമുള്ളത്. യഅലമു മാ കാന, കഴിഞ്ഞു പോയ കാര്യങ്ങൾ, സംഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് അള്ളാഹു തആല അറിയും. യഅലമു മാ ഹുവ കായിനുൻ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അള്ളാഹു അറിയും. യഅലമു മാ സയകൂൻ, എന്താണോ ഇനി സംഭവിക്കാൻ പോകുന്നത് അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയും. അതുപോലെ തന്നെ 4ാമത്തെ അള്ളാഹുവിന്റെ ഇൽമിന്റെ പെട്ട കാര്യമാണ് 4ാമത്തെ കാര്യം യഅലമു മാ ലം യകുൻ ലൗ കാന കൈഫ യകൂൻ, ഒരു കാര്യം സംഭവിച്ചിട്ടില്ല, ആ സംഭവിക്കാത്ത കാര്യം സംഭവിച്ചിരുന്നുവെങ്കിൽ അത് എങ്ങനെയായിരിക്കുമെന്നും അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയും. ഒരു കാര്യം നടന്നിട്ടില്ല, പക്ഷേ നടന്നാൽ അതെങ്ങനെയായിരിക്കുമെന്ന് ആർക്കറിയാം? അള്ളാഹുവിന് അറിയാം. ഇതാണ് അള്ളാഹുവിന്റെ ഇൽമിന്റെ 4 മർത്തബകൾ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാ കാര്യവും അള്ളാഹു അറിയും. ഈ ആയത്തിൽ പറഞ്ഞതുപോലെ മനുഷ്യനെ നാമാണ് സൃഷ്ടിച്ചത് എങ്കിൽ അവന്റെ മനസ്സിനകത്തുള്ള എന്ത് ചെറിയ തോന്നലുകളോ ചെറിയ ചിന്തകളോ എന്തോ ആവട്ടെ അതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയുന്നുണ്ട്. വഫിൽ ഹദീസ്, എന്നിട്ട് ഷേഖ് ഒരു ഹദീസ് കൊടുക്കുന്നുണ്ട് ഒരു ഇതുമായി ബന്ധപ്പെട്ടിട്ട്. ഇന്നല്ലാഹ തജാവസ ലിഉമ്മതി മാ ഹുദ്ദിസത് ബിഹി അൻഫുസുഹാ മാ ലം തഖുൽ ഔ തഅമൽ. ഇന്നല്ലാഹ തജാവസ ലിഉമ്മതി, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ ഉമ്മത്തിന് ഒഴിവാക്കി തന്നിട്ടുള്ള ഒരു കാര്യമാണ്, അഥവാ ഒരു വിശാലത നൽകിയിട്ടുള്ള കാര്യമാണ്. മാ ഹുദ്ദിസത് ബിഹി അൻഫുസുഹാ, അവരുടെ നഫ്സ്, അവരുടെ മനസ്സിൽ ഉണ്ടാകുന്ന ചിന്തകൾ, അല്ലെങ്കിൽ അവർ സംസാരിക്കുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ എന്തോ ആവട്ടെ, മാ ലം തഖുൽ ഔ തഅമൽ, അത് അവർ പുറത്ത് പറയാത്തോടത്തോളം കാലവും പ്രവർത്തിക്കാത്തോടത്തോളം കാലവും അവർക്ക് എന്താണ്? അതിന്റെ മേലെ കുറ്റമുണ്ടാകില്ല എന്നുള്ളത്. ഇപ്പൊ നമുക്ക് ഒരു ഗീബത്ത്, നമുക്ക് ഒരു സദസ്സിൽ നമ്മൾ ഇരിക്കുകയാണ്, അപ്പൊ നമ്മുടെ മനസ്സിൽ ഒരാളെ കുറിച്ചുള്ള ഗീബത്ത് വന്നു, തോന്നി, നമ്മുടെ മനസ്സിൽ സംസാരിക്കുന്നുണ്ട്, മനസ്സിൽ തോന്നുന്നുണ്ട്, പക്ഷെ നമ്മളത് പറയാത്തോടത്തോളം കാലം നമുക്ക് എന്തില്ല? അതിന്റെ കുറ്റമുണ്ടാവില്ല. അതുപോലെ തന്നെ ഒരു തെറ്റ് ചെയ്യണം, ഇന്നൊരു സാഹചര്യം വന്നാൽ ഇന്നൊരു തെറ്റ് ചെയ്യണം നമ്മുടെ മനസ്സിൽ തോന്നി, പക്ഷെ ആ തെറ്റ് നമ്മൾ ചെയ്തില്ല. അത് വേറെ കൂലിയുള്ള കാര്യം വേറെ, പക്ഷെ അതിന്റെ മേലെ എന്തില്ല? ആ തോന്നിയതിന്റെ മേൽ കുറ്റമുണ്ടോ? ഇല്ല. അത് അല്ലാഹു തആല ഒഴിവ് നൽകിയിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഈ ഹദീസ് ഇവിടെ കൊടുക്കാനുള്ള കാരണം, എന്താണ് ഒരാളുടെ മനസ്സിൽ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ എന്താണ് ആ മനസ്സിൽ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ പിന്നെ എന്താണ് ആ മനസ്സ് സംസാരിക്കുന്നത് എന്നുള്ളത്. ഹദ്ദസത് ബിഹി അൻഫുസുഹ, അവരുടെ മനസ്സിൽ ഉള്ളാവുന്ന സംസാരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നുണ്ട്. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. വനഹ്നു, തീർച്ചയായും നാം. അല്ലാഹു തആല ഖുർആനിൽ നഹ്നു എന്നുള്ള പദം നാം എന്ന് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ്? അല്ലാഹു കുറേ ഉള്ളതുകൊണ്ടാണോ? ചില ആളുകൾ നസ്രാനികൾ പ്രത്യേകിച്ചും അവരുടെ ത്രിയേകത്വത്തിനെ പറ്റി സംസാരിക്കുമ്പോൾ അവർ പറയുന്ന ഒരു മറുപടിയാണ്, അല്ലെങ്കിൽ അവർ തർക്കിക്കാൻ വേണ്ടി പറയുന്നതാണ്. ഖുർആനിൽ അല്ലാഹു നഹ്നു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പൊ ഒന്നിൽ കൂടുതൽ ജംആവുമ്പോൾ എന്ത് പറയാ? നഹ്നു എന്ന് പറയുക. അപ്പൊ നഹ്നു എന്നുള്ളത് അതാണ് ഉദ്ദേശിക്കുന്നതെന്ന് തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. നഹ്നു എന്നുള്ളത് അറബി ഭാഷയിൽ ജംഅ് തഅദീമിന് വേണ്ടി ഉപയോഗിക്കും. അത് സാധാരണ ഭാഷയിൽ, ഇപ്പൊ നമ്മുടെ ഭാഷയിൽ തന്നെ ചില രാജാക്കന്മാരോ അങ്ങനെയൊക്കെ പറയുമ്പോൾ നാം എന്ന് പറയുമല്ലോ, അത് അതിന്റെ ഉപയോഗമാണ്. അപ്പൊ നഹ്നു, നാം, അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, അഖ്റബു ഏറ്റവും അടുത്തിട്ടുള്ളവനാണ്, ഇലൈഹി അവന്, മനുഷ്യന്, മിൻ ഹബ്ലിൽ വരീദ് അവരുടെ കണ്ടനാടിയേക്കാൾ. എന്നിട്ട് പറയുകയാണ്, വഹുമ, എന്താണ് ഈ കണ്ടനാടി അല്ലെങ്കിൽ ഞരമ്പ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്? വഹുമ വരീദാനി അൻ യമീനിൻ വശിമാലി ഉനുഖിൻ, കഴുത്തിന്റെ വലത്തും ഇടത്തുമായിട്ടുള്ള മനുഷ്യരുടെ 2 ഞരമ്പുകൾ അല്ലെങ്കിൽ നാഡികളാണ് ഈ പറയുന്നത്. ഉനുഖുൽ ഇൻസാൻ, മനുഷ്യന്റെ കഴുത്തിന്റെ 2 ഭാഗത്തുള്ളത്. വഇന്ന അല്ലാഹ അഖ്റബു ഇലൈഹി മിൻഹുമാ ബിഇൽമിഹി വസാഇരി സിഫാതിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിലേക്ക് അഥവാ മനുഷ്യനിലേക്ക് അടുത്തതാണ് ഈ 2 ഞരമ്പുണ്ടല്ലോ, ആ ഞരമ്പ് പോലെ അല്ലെങ്കിൽ ആ ഞരമ്പിനേക്കാൾ അടുത്തതാണ് ബിഇൽമിഹി, അള്ളാഹുവിന്റെ അറിവ് കൊണ്ടും, വസാഇരി സിഫാതിഹി, അള്ളാഹുവിന്റെ എല്ലാ വിശേഷണങ്ങൾ കൊണ്ടും, വദാതുഹു
അൽ ഉല്യ ഫൗഖൽ അർശ്, എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വദാതുഹു അൽ ഉല്യ ഫൗഖൽ അർശ്, അല്ലാഹുവിന്റെ ദാത്ത് അസ്തിത്വമായിട്ടുള്ളത് അത് അർശിന് മുകളിലാണ്, അത് അർശിന്റെ മുകളിലാണ്. ഫലാ യുംകിനു ലിൽ അബ്ദി, ഒരടിമക്ക് സാധിക്കുകയില്ല അൻ യഅമല ഔ യഖൂല, പ്രവർത്തിക്കാനോ പറയാനോ ഷൈഅൻ, എന്തെങ്കിലും ഒരു കാര്യം മുസ്തതിറൻ അൻ റബ്ബിഹി, റബ്ബിൽ നിന്ന് മറ സ്വീകരിച്ചിട്ട് അല്ലെങ്കിൽ റബ്ബ് അറിയാത്ത നിലയ്ക്ക് ഒരു കാര്യം പറയാനോ പ്രവർത്തിക്കാനോ അടിമക്ക് സാധിക്കുകയില്ല. ഈ ഒരു ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ പൊതുവെ ആളുകൾ അഖീദ കിതാബുകൾ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ നാമങ്ങൾ വിശേഷണങ്ങൾ പഠിക്കാത്ത ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുള്ള അല്ലെങ്കിൽ മനസ്സിലാക്കുന്നിടത്ത് കൃത്യമായി മനസ്സിലാക്കാത്ത ഒരു കാര്യം ഇവിടെ നമ്മൾ പറയാണ്. ഈ ആയത്തുമായിട്ട് പ്രത്യക്ഷത്തിൽ ബന്ധമില്ലെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമായതുകൊണ്ട് പറയാണ്. ഇവിടെ അഖ്റബു ഇലൈഹി, അവനിലേക്ക് അടുത്തവനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ തഫ്സീറിലും ഷെയ്ഖ് പറഞ്ഞിട്ടുണ്ട് ഇൽമു കൊണ്ടും സിഫത്ത് കൊണ്ടും അല്ലാഹു തആല ഖരീബാണ്, അടുത്തവനാണ്, എന്നാൽ ദാത്ത് അർശിന് മുകളിലാണ് എന്നുള്ളത്. ഇവിടെ പലപ്പോഴും പല ആളുകളും തെറ്റിദ്ധരിച്ചിട്ടുള്ളത് അള്ളാഹുവിന്റെ ഖുർബ്, അള്ളാഹുവിന്റെ ഈ അടുപ്പം എന്നുള്ള വിശേഷണത്തെ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കുന്നിടത്ത് അഖീദ കിതാബുകൾ അഖീദത്തുൽ തഹാവിയോ അഖീദത്തുൽ വാസിയോ ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ വ്യക്തമായിരിക്കും. അതല്ല എങ്കിൽ പല ആളുകളും അള്ളാഹുവിന്റെ ഖുർബ് എന്നുള്ള വിശേഷണവും മഅയ്യത്ത് എന്നുള്ള വിശേഷണവും, മഅയ്യത്ത് എന്നുള്ള അള്ളാഹു ഒപ്പമുണ്ട് എന്നുള്ളത്, ഖുർബ് എന്നുള്ളത് അടുപ്പം എന്നുള്ളത്, അടുത്തുണ്ട് എന്നുള്ളത്, ഈ രണ്ടിനെയും ഒന്നാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അതൊന്ന് വ്യക്തമാക്കാനാണ് പറയുന്നത്. അള്ളാഹുവിന്റെ മഅയ്യത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു ഒപ്പൻ, മഅ എന്നുള്ള വാക്കിന്റെ അർത്ഥം അറബിയിൽ, ആ വാക്കിന്റെ അർത്ഥം മലയാളത്തിൽ പറയണമെങ്കിൽ ഒപ്പം എന്ന് വേണമെങ്കിൽ പറയാം. മഅ എന്നുള്ളതിന്റെ അറബി ഭാഷയിൽ മഅയ്യത്ത് എന്നുള്ളതിന് മൂന്ന് തരത്തിലുള്ള അർത്ഥമുണ്ട്. ഒന്നാമത്തേത് ഒരു ഇഖ്തലത, കൂടിക്കലരുക എന്നുള്ള അർത്ഥം. ഉദാഹരണത്തിന് അൽ മാഉ മഅൽ ലബൻ, വെള്ളം പാലിനോടൊപ്പാണെന്ന് പറഞ്ഞാൽ കൂടിക്കലർന്നു എന്നുള്ള അർത്ഥം. രണ്ടാമത്തേത് മഅ എന്നുള്ള അർത്ഥം ഒരു മക്കാനിൽ ഉണ്ടാവുക എന്നുള്ളത്, അഥവാ മസ്ജിദിൽ, അന മഅ അബി ഫിൽ മസ്ജിദ്, ഞാൻ എന്റെ ഉപ്പാന്റെ ഒപ്പാണ് മസ്ജിദിൽ, ഒരു സ്ഥലത്തുണ്ടാവുക എന്നുള്ള അർത്ഥത്തിൽ, ഒപ്പം ഉണ്ടാവുക എന്ന് നമ്മൾ സാധാരണ പറയുന്ന അർത്ഥത്തിൽ. മൂന്നാമത്തെ അർത്ഥം തഈദ്, പിന്താങ്ങുക എന്നുള്ള അർത്ഥത്തിൽ, ഞാനുണ്ട് നിന്റെ ഒപ്പമൊക്കെ ഗൾഫിലുള്ള ഒരാൾ നാട്ടിലുള്ള ഒരാൾ വിളിച്ചു പറഞ്ഞാൽ എന്താണ്, എന്റെ സഹായവും എന്റെ പിന്താങ്ങും അതൊക്കെ ഒപ്പം ഉണ്ടാകും എന്നുള്ളവർക്ക്. അപ്പൊ ഈ അർത്ഥമാണ് മഅ എന്നുള്ള അർത്ഥത്തിൽ മഅയ്യത്ത് അള്ളാഹുവിനെ പറ്റി പറയുമ്പോൾ മൂന്നാമത് പറഞ്ഞ അർത്ഥത്തിലാണ് ഖുർആനിലും ഹദീസിലും വന്നിട്ടുള്ളത്. ഒന്നാമത് പറഞ്ഞ അർത്ഥം എന്തായാലും ഇല്ല, മനുഷ്യനും അള്ളാഹും കൂടിക്കലരുന്ന ഒരു അവസ്ഥയില്ല. പക്ഷേ തസൂഫിന്റെ ആളുകൾ, സൂഫികൾ ആ അർത്ഥത്തിൽ അതിനെ പറയാറുണ്ട്. ഞാനാണ് റബ്ബ്, അന സുബ്ഹാനി എന്നൊക്കെ പറയാനുള്ള കാരണം അതുകൊണ്ടാണ്. അവർ മഅയ്യത്ത് ആ നിലയ്ക്ക് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. പിന്നെ ഒരു സ്ഥലത്തുണ്ടാവുക, അടിമയും റബ്ബും കൂടി ഒരു സ്ഥലത്ത് ഒപ്പം ഉണ്ടാവുമോ? ഇല്ല. അള്ളാഹുവിനോട് അർശിന്റെ മേലെ എത്താൻ സാധിക്കൂല, ഒപ്പം ഉണ്ടാവുന്ന അവസ്ഥയില്ല. ഖുർആനിലും ഹദീസിലും മഅ എന്നുള്ള വന്നിട്ടുള്ളത് മൂന്നാമത് പറഞ്ഞ അർത്ഥത്തിലാണ്, തഈദ് പ്രത്യേകമായിട്ട്. ആ മഅയ്യത്ത് തന്നെ രണ്ട് രീതിയിലുണ്ട്, ആമായതുകൊണ്ട് ഖാസ് ആയതുകൊണ്ട്. ആമായത് എന്ന് പറഞ്ഞാൽ അള്ളാഹു കേൾവി കൊണ്ടും കാഴ്ച കൊണ്ടും അറിവ് കൊണ്ടും എല്ലാം എല്ലാവരുടെ ഒപ്പമുണ്ട്. കാഫിറിന്റെ ഒപ്പമുണ്ട്, മുഅ്മിനീങ്ങളുടെ ഒപ്പമുണ്ട്. ഒരു കാഫിർ ചെയ്യുന്ന പ്രവർത്തനം അള്ളാഹു കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്, ആ നിലക്കുണ്ട്. മുഅ്മിന്റെ ഒപ്പമുണ്ട്. എന്നാൽ ഖാസായിട്ട് പ്രത്യേകം പിന്താങ്ങുന്ന അർത്ഥത്തിൽ മഅയ്യത്ത് ആർക്ക് മാത്രമേ ഉള്ളൂ? മുഅ്മിനീങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. അതാണ് ഈ പറഞ്ഞ മൂന്നാമത്തെ അർത്ഥത്തിൽ വരുന്നത്, മുഅ്മിനീങ്ങൾക്ക് മാത്രമാണ്. അതാണ് ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ എന്ന് മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞതും ഇന്നല്ലാഹു മഅനാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതൊക്കെ ആ അർത്ഥത്തിലാണ്. ഇതാണ് മഅയ്യത്ത്. അള്ളാഹു ഒപ്പമുണ്ട്, സഹായിക്കാൻ ഒപ്പമുണ്ട് എന്ന അർത്ഥത്തിലാണ് ഖുർആനിലും ഹദീസിലും ഒക്കെ വന്നിട്ടുള്ളത്. എന്നാൽ അല്ലാഹു തആല ഖരീബാണ് എന്ന് പറയുമ്പോൾ, അല്ലാഹു തആല ഖുർബ്, അടുപ്പമുണ്ട് അല്ലെങ്കിൽ അടുത്തുണ്ട് എന്ന് പറയുമ്പോൾ അത് രണ്ട് രീതിയിലുണ്ട്. ഒന്ന്, അള്ളാഹുവിന്റെ സിഫത്തിയായിട്ടുള്ള സിഫത്തുകൾ കൊണ്ട് അള്ളാഹു തആലയുടെ ഖുർബ്, അള്ളാഹു തആല അടുത്തുണ്ട്. അത് ഈ പറഞ്ഞ ആശയമാണ്. അള്ളാഹു എന്തുണ്ട്? അടിമകൾ അവന്റെ ഇൽമു കൊണ്ടും ബാക്കിയുള്ള കാര്യങ്ങൾ കൊണ്ട്, സിഫത്തുകൾ കൊണ്ട് അള്ളാഹു എന്താണ്? നമ്മുടെ അടുത്തുണ്ട്. രണ്ടാമത്തേത് ദാത്തിയായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരു ഖുർബുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ദാത്തിയായിട്ട് അടിമകളോടൊപ്പം ഉണ്ടാകും. എന്നാൽ അള്ളാഹു തആല അർശിന് മുകളിലുമാണ്. അള്ളാഹു തആല അർശിന് മുകളിലായിരിക്കുമ്പോൾ തന്നെ അള്ളാഹു തആല ചില പ്രത്യേകം അടിമകളോടെ അടുത്ത് അവന്റെ ജലാലത്തിൽ ഉദ്ദേശിച്ച രീതിയിൽ അള്ളാഹു തആലക്ക് ഖുർബുണ്ടാകും എന്ന് മനസ്സിലാക്കണം. കാരണം ഖുർബ് എന്നുള്ള പദത്തിന് അല്ലെങ്കിൽ ഖരീബ് എന്നുള്ള പദത്തിന് മൻസിലും മക്കാനും ഉണ്ടായിരിക്കണം. അതായത് മഅ പോലെ
പിന്താങ്ങുക എന്നുള്ള അർത്ഥമൊന്നുമില്ല. എന്തുണ്ടായിരിക്കണം? എടുത്ത് ഉണ്ടാവുക തന്നെ വേണം. അതുകൊണ്ട് തന്നെ ചില ഹദീസുകളിൽ ചില വിശേഷണങ്ങൾ ഉള്ളപ്പോൾ, ചില പ്രത്യേക കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അല്ലാഹു തആല അടിമകളുടെ അടുത്തുണ്ടാകും എന്ന് പ്രത്യേകം വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് ഒരു ഹദീസിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഖ്റബു മാ യകൂനുൽ അബ്ദു മിൻ റബ്ബിഹി വഹുവ സാജിദുൻ. ഒരടിമ അവന്റെ റബ്ബിലേക്ക് ഏറ്റവും അടുക്കുന്നത് എപ്പോഴാണ്? അവൻ സുജൂദിലായിരിക്കുമ്പോഴാണ്. അത് ദാത്തിയായിട്ടുള്ള ഖുർബാൻ, അള്ളാഹുലേക്ക് അടുക്കുക അല്ലെങ്കിൽ അള്ളാഹു അവനിലേക്ക് അടുക്കുക എന്നുള്ളത്. കാരണം ഖുർബിന് ഒരു മഞ്ജിലത്ത് ഉണ്ടാവുക എന്നുള്ളത് അതിന്റെ അർത്ഥത്തിൽപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ ഖുർആനിൽ വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, ദുആ ചെയ്യുന്ന സമയത്ത് അല്ലാഹു തആല അടിമയുടെ അടുത്തുണ്ടാകും, അഥവാ മുഅ്മിനീങ്ങളുടെ അടുത്തുണ്ടാകും അല്ലാഹു തആല അടുപ്പം. അപ്പൊ ഖുർബ് വേറെ, മഅയ്യത്ത് വേറെ, അത് രണ്ടും ഒന്നാണ് എന്ന് അധിക ആളുകളും വിചാരിച്ചു പോയിട്ടുണ്ട്. അങ്ങനെയല്ല, ഖുർബ് സിഫത്തിയായതുമുണ്ട്, ദാത്തിയായതുമുണ്ട്. ഇവിടെ ഷെയ്ഖ് സിഫത്തിയായത് മാത്രം പറഞ്ഞതുകൊണ്ടാണ് അതിൽ അവസാനിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ അഖീദയുടെ കിതാബുകൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ വ്യത്യാസവും ഈ പറഞ്ഞതുപോലെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വ്യത്യാസപ്പെടുത്തി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ മഅയ്യത്ത് എന്നുള്ളത് ഈ അർത്ഥത്തിലല്ല, അതിനൊരു മഞ്ചിലും മക്കാനും വേണ്ടാത്ത ഈദ് മതി, ആ അർത്ഥത്തിൽ അറബികൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഖരീബ് എന്നുള്ള അർത്ഥത്തിൽ ഈ രണ്ട് രീതിയിലുണ്ട്. പക്ഷെ അത് മുഅ്മിനീങ്ങളിൽ തന്നെ അള്ളാഹു ഉദ്ദേശിക്കുന്ന, തെരഞ്ഞെടുക്കുന്ന, അതുപോലെ ഈ വിശേഷണങ്ങളുള്ള അല്ലെങ്കിൽ ഈ കർമ്മം ചെയ്യുന്ന സമയത്താണ് അള്ളാഹുവിന്റെ ദാത്തിയായ ഖുർബ് അടിമകൾക്കുണ്ടാവുക. എന്നാൽ അള്ളാഹു ആ സമയത്തും അർശിന് മുകളിൽ തന്നെയാണ്. അള്ളാഹുവിന്റെ ജലാലത്തിന് ഉദ്ദേശിച്ച രീതിയിലാണത്. അതിനെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യില്ല, ചോദ്യം ചെയ്യുകയോ അതെങ്ങനെയാണ് എന്ന് ചോദിക്കുകയോ ചെയ്യുകയില്ല. എന്താണോ അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ ഖുർആനിലും ഹദീസിലും വന്നത് അതുപോലെ നാം വിശ്വസിക്കും. ആ കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ അഖ്റബു ഇലൈഹി എന്ന് പറയുമ്പോൾ മനുഷ്യനിലേക്ക് അടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. മനുഷ്യൻ എന്നുള്ള പൊതുവായിട്ടുള്ള കാഫിറും മുഅ്മിനും ഫാജിറും എല്ലാം ഉൾക്കൊണ്ടിട്ടുള്ള പൊതുവായിട്ടാണ് പറയുന്നത്. അങ്ങനെയുള്ള ആളുകൾ പറയുമ്പോൾ അള്ളാഹു ദാത്തിയായിട്ട് അടുക്കുവോ? അള്ളാഹു ദാത്തിയായിട്ട് ഒരു കാഫിറിന്റെ അടുത്തിലേക്ക് അടുക്കുവോ? ഇല്ല, ഒരിക്കലും ഇല്ല. അതുകൊണ്ടാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്താണ്? സിഫത്തിയായിട്ടുള്ള ഖുർബ് മാത്രമാണ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ആ വ്യത്യാസം മനസ്സിലാക്കണം. പല ആളുകൾക്കും അതറിയില്ല. പല ആളുകളും ചിലപ്പോൾ അവർ അഖീദ മനസ്സിലാക്കിയെന്ന് വിചാരിച്ച് സംസാരിക്കുമ്പോൾ അള്ളാഹുവിന്റെ ഖുർബിനെ പറ്റി ഒരാൾ പറയുമ്പോൾ അവർ മഅയ്യത്ത് ഒരിക്കലും ഇല്ല, അള്ളാഹുവിന് അങ്ങനെ ഒന്നും സംഭവിക്കുന്നില്ല, അങ്ങനെ ഇല്ല എന്ന നിലക്ക് പറയാറുണ്ട്. പക്ഷെ ഈ വ്യത്യാസം അറിയാത്തതുകൊണ്ടാണ്. അവർ മഅയ്യത്താണ്, മഅയ്യത്ത് ഉദ്ദേശിച്ചിട്ടാണ് ഖുർബ് പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാകുന്നത്. പക്ഷെ അതാണ് പറഞ്ഞത്, നമുക്ക് അള്ളാഹുവിനെ കുറിച്ച് കൃത്യമായി പഠിക്കണമെങ്കിൽ അഖീദ കിതാബുകൾ പഠിച്ചുകൊണ്ടേയിരിക്കണം. നമ്മൾ വിചാരിക്കും നമ്മളെല്ലാം തിരിഞ്ഞു, പക്ഷെ നമുക്ക് അറിയാത്ത ഒരുപാട് മസായിലുകൾ അപ്പുറത്തുണ്ടാകും. അള്ളാഹുവിനെ സംബന്ധിച്ച് തന്നെ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ടാകും. അപ്പോൾ ധാരാളം കാര്യങ്ങൾ പഠിക്കാൻ, അതാണ് അഖീദ കിതാബുകൾ എപ്പോഴും പഠിക്കണമെന്ന് പറയുന്നത്. അടുത്ത ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല, അപ്പൊ ഈ ആയത്തിന്റെ ആശയം, ഒരു മനുഷ്യനെ സൃഷ്ടിച്ചത് അള്ളാഹു ആണ് എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരു ആളുടെ ഉള്ളിലുള്ള ഏറ്റവും ചെറിയ ചിന്തകൾ പോലും അറിയാം. അവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനിലേക്ക് ഏറ്റവും അടുത്തിട്ടുള്ളവനാണ്. അത് എല്ലാ മനുഷ്യരിലേക്കും അറിവ് കൊണ്ടും ബാക്കിയുള്ള എല്ലാ വിശേഷണം കൊണ്ടും അള്ളാഹു അടുത്തിട്ടുണ്ട്. ഇത് യതലഖൽ മുതലഖിയാനി, യതലഖ എന്ന് പറഞ്ഞാൽ ഏറ്റുവാങ്ങുക എന്നെല്ലാം അർത്ഥം. മുതലഖിയാൻ എന്ന് പറഞ്ഞാൽ ഏറ്റുവാങ്ങുന്ന, മുതലഖി എന്ന ഏറ്റുവാങ്ങുന്നവൻ, മുതലഖിയാൻ എന്ന് പറയുമ്പോൾ ഏറ്റുവാങ്ങുന്ന രണ്ട് ആളുകൾ, ഏറ്റുവാങ്ങുന്ന രണ്ടാളുകൾ, ഏറ്റുവാങ്ങുന്ന. പിന്നെ ഇത് എന്നുള്ളത് പൊതുവെ സന്ദർഭം, ആ ഒരു സാഹചര്യം, സന്ദർഭം എന്നുള്ളതിനാണ് ഉപയോഗിക്കുക. അപ്പോൾ ഏറ്റുവാങ്ങുന്ന രണ്ടാളുകൾ, ഏറ്റുവാങ്ങുന്ന സന്ദർഭം എന്ന്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? രണ്ടാളുകൾ ആരാണ്? മുഅല്ലിഫ് റഹിമഹുല്ലാഹ് അതിനെ വിശദീകരിക്കുന്നു. ഐ അൽ മലക്കാനി യതലഖയാനി അഅ്മാൽ അൽ അബ്ദി കുല്ലഹ, രണ്ട് മലക്കുകൾ അവരെന്ത് ചെയ്യുന്നു? അടിമകൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളെയും ഏറ്റുവാങ്ങുന്നു. അഥവാ എല്ലാ കർമ്മങ്ങളും രേഖപ്പെടുത്തുന്ന, നന്മയാവട്ടെ തിന്മയാവട്ടെ, നല്ല കാര്യങ്ങളാവട്ടെ പാപങ്ങളാവട്ടെ, അതിനെയെല്ലാം രേഖപ്പെടുത്തി വെക്കുന്ന രണ്ട് മലക്കുകൾ. അനിൽ യമീൻ, വലതു ഭാഗത്ത്, ഐ മലക്കുൻ യക്തുബുൽ ഹസനാത്ത്, വലതു ഭാഗത്തെ മലക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്മകൾ രേഖപ്പെടുത്തുന്ന ആള്, നന്മകൾ, സൽക്കർമ്മങ്ങൾ, ഇപ്പൊ നമ്മൾ ചെയ്യുന്ന നല്ലൊരു വാക്ക്, നല്ലൊരു പ്രവർത്തനം, അത് രേഖപ്പെടുത്തുന്ന ആൾ. വഅനി ശിമാലി ഖഈദുൻ, ഇടതു ഭാഗത്ത്, ഖഈദ് എന്ന് പറഞ്ഞാൽ ഇരിക്കുന്നവരാണ് എന്നുള്ള അർത്ഥത്തിൽ. ഐ മലക്കുൻ യക്തുബു സയ്യിആത്ത്, ഇടതു ഭാഗത്തുള്ളത് പാപങ്ങൾ രേഖപ്പെടുത്തുന്ന, തെറ്റുകൾ രേഖപ്പെടുത്തുന്ന മലക്ക്. അപ്പൊ ഈ രണ്ട് മലക്കുകൾ എപ്പോഴും നമ്മോടൊപ്പം വലതും ഇടതുമായിട്ടുണ്ട്, നമ്മുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. വകിലാഹുമാ ഖഈദുൻ മുതറസ്സിദുൻ യർസുദാനി അൽ അഅ്മാല കുല്ലഹാ ഖൈറഹാ വശർറഹാ,
ഈ രണ്ട് മലക്കുകളും അവർ നോക്കിയിരിക്കുകയാണ്. അവരെപ്പോഴും ഒരു സർവിലിയൻസിൽ മുത്തറസ്സിൽ എന്ന് പറയാൻ നോക്കിയിരിക്കുകയാണ്. അവർ ഈ അടിമകൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം നല്ലതാവട്ടെ ഹൈറാവട്ടെ ഷെറാവട്ടെ അതിനൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സഗീറഹ വ കബീറഹ, ചെറുതാവട്ടെ വലുതാവട്ടെ എല്ലാം. ഫലിയതദക്കറിൽ അബ്ദു റബ്ബഹു ഇൻദ കുല്ലി ഖൗലിൻ ഔ അമലിൻ. എന്നിട്ട് ശൈഖ് പറയാണ്, ഒരടിമ അവൻ പറയുന്ന ഏതൊരു വാക്കിലും അവൻ ചെയ്യുന്ന ഏതൊരു പ്രവർത്തനത്തിലും അവൻ അവന്റെ റബ്ബിനെ ആലോചിച്ചു കൊള്ളട്ടെ. അതായത് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യവും ഒരു രേഖയിൽ രേഖപ്പെടുത്താതെ പോകുന്നില്ല. ഇത് പാപം ചെയ്യുമ്പോൾ ആ പാപം ചെയ്യുന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ അതിന്റെ അപകടം അത് രേഖപ്പെടുത്തി വെക്കപ്പെടുന്നുണ്ട് എന്നുള്ള ഭയം നമ്മളിൽ ഉണ്ടാക്കണം. നന്മ ചെയ്യുമ്പോൾ ഇനി അത് ആരും അറിഞ്ഞില്ല എങ്കിലും ആരും കണ്ടിട്ടില്ല എങ്കിലും ഇത് എവിടെ എന്ത് ചെയ്യാൻ പോകുന്നില്ല, നഷ്ടപ്പെടാൻ പോകുന്നില്ല. ഇതിന്റെ പ്രതിഫലം എനിക്ക് എന്തായാലും ലഭിക്കും, അല്ലാഹു തആല അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്നുള്ള ഈ രണ്ട് മേഖലയിലും ആ ബോധം ഉണ്ടാകാൻ ഉപകരിക്കുന്നതാണ്. അപ്പോൾ വലത്തും ഇടത്തുമായിട്ട് രണ്ട് മലക്കുകളുണ്ട്. ആ മലക്കുകൾ വലതുഭാഗത്തെ മലക്ക് നന്മകളും ഇടതുഭാഗത്തെ മലക്ക് പാപങ്ങളും രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ചെറുതും വലുതുമെല്ലാം അതിൽപ്പെടും. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദുൻ. മാ യൽഫിദു മിൻ ഖൗലിൻ, ഒരു വാക്കും മനുഷ്യൻ മൊഴിയുന്നില്ല, മനുഷ്യൻ പറയുന്നില്ല. ഇല്ല, എന്തില്ലാതെ, ലദൈഹി, ലദ എന്നുള്ള അറബി വാക്കിൽ ഇൻദ എന്നുള്ള അർത്ഥത്തിലാണ്. അടുത്ത്, ഇൻദ അടുത്ത്, അവന്റെ അടുത്ത്. റഖീബുൻ അതീദുൻ, റഖീബ് എന്ന് പറഞ്ഞാൽ മേൽനോട്ടം വഹിക്കുന്ന, കാര്യങ്ങൾ നോക്കിക്കാണുന്നവൻ. അതീദ് എന്ന് പറഞ്ഞാൽ തയ്യാറായി നിൽക്കുന്നവൻ, അഥവാ രേഖപ്പെടുത്താൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നവൻ. ഇതും ചില ആളുകൾ, സാധാരണക്കാരായിട്ടുള്ള ആളുകൾ റഖീബ് അതീദ് എന്നുള്ളത് മലക്കുകളുടെ പേരാണ് എന്ന് ധരിച്ച് വെക്കാറുണ്ട്. റഖീബ് ഒരു മലക്കും അതീദ് വേറെ മലക്കും എന്ന് ധരിച്ചു വെക്കാറുണ്ട്. അങ്ങനെയല്ല. റഖീബ് എന്ന് പറഞ്ഞാൽ മുറാഖബത്ത് ചെയ്യുന്ന, അത് മേൽനോട്ടം നോക്കി നിൽക്കുന്ന, മേൽനോട്ടം വഹിക്കുന്ന ആള്. അതീദ് എന്ന് പറഞ്ഞാൽ തയ്യാറായി നിൽക്കുന്നവൻ എന്നാണ് അർത്ഥം, അഥവാ അത് രേഖപ്പെടുത്താൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നവൻ. ഐ മാ യതലഫ്ഫദു ബികലിമത്തിൻ, അതായത് ഒരു മനുഷ്യൻ ഒരു വാക്കും പറയുന്നില്ല. വലാ യതഹറകു ഹറകതൻ, ഒരു ചലനവും ചലിക്കുന്നില്ല. ഇല്ലാ വൽ മലകാനി കുല്ലും മിൻഹുമാ യർഖബു വയതഹയ്യഉ ലിതസ്ജീൽ. ആ രണ്ട് മലക്കുകൾ നോക്കാതെയും അതുപോലെ തന്നെ രേഖപ്പെടുത്താൻ ഒരുങ്ങി നിൽക്കാതെയും ഒരു വാക്ക് പറയാനോ ഒരു ചലനം ചലിക്കാനോ ഒരു മനുഷ്യനും സാധിക്കുകയില്ല എന്ന് പറയാൻ. ഇവിടെ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകളിൽ അള്ളാഹുവിന്റെ അറിവിനെ സംബന്ധിച്ചും അത് രേഖപ്പെടുത്താൻ വേണ്ടി, രേഖപ്പെടുത്തുന്നത് എന്തിനാ? അള്ളാഹ്ക്ക് അറിയാൻ വേണ്ടിയിട്ടാണോ? അള്ളാഹ് മറന്നു വെച്ചിട്ടാണോ? അല്ല, നമുക്ക് നാളെ കാണിച്ചു തരാനാണ്. നാളെ നമ്മുടെ കയ്യിൽ ഈ കിതാബ് വന്നിട്ട് ഇത് വായിച്ചു വെക്കാൻ പറയും. ഇതിൽ എന്തെങ്കിലും നിനക്ക് നിഷേധിക്കാനുണ്ടോ എന്ന് ചോദിക്കും. മലക്കുകൾ തന്നെ ചോദിക്കും, അള്ളാഹു തആല ചോദിക്കും, എന്റെ ഈ മലക്കുകൾ നിങ്ങളോട് അനീതി ചെയ്തിട്ടുണ്ടോ? അള്ളാഹു തആല ചോദിക്കുന്നതാണ് പരലോകത്ത് വെച്ചിട്ട്. നമുക്ക് വേണ്ടിയിട്ടാണ്, നമ്മൾ നിഷേധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു തആല രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. അപ്പൊ ഈ ആയത്തുകളിലെല്ലാം അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ, നിഷേധിയാണെങ്കിലും പാപിയാണെങ്കിലും എന്താണെങ്കിലും സൽക്കർമ്മം ചെയ്താണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല അടുക്കൽ അതിന് കൃത്യമായ രേഖകളുണ്ട്. ഒരിക്കലും ഒരു പാപം ചെയ്തുകൊണ്ട് അള്ളാഹുവിന് മറച്ചു വെക്കാനോ നന്മ ചെയ്തുകൊണ്ട് അത് അള്ളാഹുവിന് നഷ്ടപ്പെടാനോ പോകുന്നില്ല എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്താനാണ്. അഥവാ പരലോകത്ത് വിചാരണയ്ക്ക് കൃത്യമായ വിചാരണയായിരിക്കും. ഇപ്പൊ നമ്മളൊക്കെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ബോധം പ്രത്യേകിച്ചും നമ്മൾ ദീന് കുറെ കാലം കഴിയും തോറും നമ്മുടെ കൽബിനെ കസ്വത്ത് ബാധിക്കുമ്പോൾ ഇതൊക്കെ വിട്ടുപോകും. നമ്മൾ തന്നെ ആലോചിച്ചാൽ മതി, നമ്മളൊക്കെ ഒരുപക്ഷെ ഈമാൻ ആദ്യമായി ആസ്വദിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അള്ളാഹുലേക്ക് തൗബ ആദ്യമായിട്ട് ചെയ്യുന്ന പാപങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ ഷിർക്കിന്റെയും കുഫറിന്റെയും മഅസിയത്തുകളുടെ എല്ലാ അവസ്ഥയിൽ നിന്ന് തൗഹീദും സുന്നത്തും അള്ളാഹുവിനെ അനുസരിക്കണം, സൂക്ഷിക്കണം എന്നൊക്കെ മനസ്സിലാക്കി വരുന്ന ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കും. ഒരു വാക്ക് പറയുമ്പോൾ, ഒരു പ്രവർത്തനം പ്രവർത്തിക്കുമ്പോൾ, അല്ലെങ്കിൽ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കും. ഈ കാര്യങ്ങൾ ഓർമ്മ ഉണ്ടാവും. പക്ഷെ കാലം കൂടുന്തോറും നമുക്കിതൊക്കെ മറന്നുപോകും. നമ്മളിതൊക്കെ മറന്നു പോകുന്ന ഒരവസ്ഥയുണ്ടാകും. ഒരിക്കലും അതുണ്ടാകാൻ പാടില്ല. അതിനാണ് ഈ ഓർമ്മപ്പെടുത്തലുകൾ. എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സൂറത്ത് ഖാഫ് മുതൽ അവസാനം വരെയുള്ള സൂറത്തുകൾ നിസ്കാരത്തിൽ ഏറ്റവും കൂടുതൽ ഓതിയിരുന്നത്? ഇത് ഓർമ്മപ്പെടുത്താനാണ്. നിസ്കാരത്തിൽ ഖുർആൻ ഉറക്കെ ഓതിയിട്ടില്ലായിരുന്നുവെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കി. ചില ആളുകൾ അവർ മുസ്ഹഫ് ഖുർആൻ പാരായണം ചെയ്യാറേ ഇല്ല. അവർക്ക് കേൾക്കാൻ ഇങ്ങനൊരു അവസരമുണ്ട്, ഇങ്ങനൊരു സാഹചര്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഖുർആനിന്റെ ആയത്തുകൾ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ അത് ആലോചിച്ചും ചിന്തിച്ചും വേണം പാരായണം ചെയ്യാൻ. അത് എപ്പോഴും നമ്മെ പുതുക്കുന്ന അവസ്ഥയിലായിരിക്കണം. ഖൽബിന് ഖസ്വത്ത് ബാധിക്കുന്നത് ഏറ്റവും സൂക്ഷിക്കുകയും വേണം.
അപ്പൊ ഈ രേഖപ്പെടുത്തുന്ന എല്ലാം രേഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ചില യാഥാർത്ഥ്യങ്ങളിലേക്ക്, പരലോകത്തെ യാഥാർത്ഥ്യങ്ങളിലേക്ക് പോവുകയാണ്. വജാഅത് സക്രത്തുൽ മൗതി, വജാഅത് വരുന്നതാണ്, സക്രത്തുൽ മൗതി മരണ വെപ്രാളം. സക്രത്ത് എന്ന് പറഞ്ഞാൽ മരണസമയത്ത് ഉണ്ടാകുന്ന ആ ഒരു വല്ലാത്തൊരു അവസ്ഥ. അതിന് വെപ്രാളം എന്ന് മലയാളത്തിൽ പറയാം. അല്ലെങ്കിൽ ആ മരണസമയത്തെ ആ ഒരു യാഥാർത്ഥ്യം, ആ ഒരു അവസ്ഥ, ആ ഒരു കാര്യം, അതാണ് പറയുന്നത്. അത് ആ മരണവെപ്രാളം വന്നെത്തും. അല്ലത്തി ലാ മറദ്ദ ലഹാ വലാ മനാസിം മിൻഹാ, അല്ലത്തി എങ്ങനെയുള്ളതാണത്, ലാ മറദ്ദ ലഹാ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനെ എതിർത്തിക്കാൻ പറ്റില്ല. മരണം വരുന്ന സമയത്ത് അതിനെ എതിർത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പറ്റൂല. വലാ മനാസ്, മനാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൂപ്പ് ഹോൾ എന്ന് പറയില്ല, എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിഞ്ഞു പോകാൻ, രക്ഷപ്പെടാനൊരു മാർഗം, അങ്ങനെ ഒരു അവസ്ഥയും ഉണ്ടാവില്ല. അതിനെ എതിർത്തേക്കാനും പറ്റൂല, അതിനെങ്ങനെയെങ്കിലും ഒന്ന് ഒഴിഞ്ഞു മാറാൻ എന്തെങ്കിലും ഒരു വഴി അതും ഉണ്ടാവില്ല. മിൻഹ മരണത്തിൽ നിന്ന്, ബിൽ ഹഖ് ആ മരണം വരുന്നത് ബിൽ ഹഖ് ഹഖ് കൊണ്ടായിരിക്കും, യാഥാർത്ഥ്യം കൊണ്ടായിരിക്കും മരണം നമ്മുടെ അടുക്കലേക്ക് വന്നെത്തുക. അയ്യത്തബിഹുൽ ഹഖ ലദൈഹി ആ മരണത്തിന്റെ ഒപ്പമുള്ള യാഥാർത്ഥ്യത്തെ വ്യക്തമാക്കുന്ന രീതിയിൽ. വയറാ മാ കാന യുൻകിറുഹു വയുകഫിറു ബിഹി സാബിഖൻ അവൻ എന്താണോ ഒരു മനുഷ്യൻ നിഷേധിച്ചത്, എന്താണോ ഒരു മനുഷ്യൻ അവിശ്വസിച്ചത്, ആ കാര്യങ്ങളെല്ലാം മുൻപ്, മരണത്തിന് മുമ്പ് നിഷേധിച്ച കാര്യങ്ങളെല്ലാം നേരിട്ട് കാണുന്ന സന്ദർഭം, അതാണ് ഹക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാണ് പറയുന്നത്. അതായത് മരണം നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ എത്ര നിഷേധിയായ മനുഷ്യനാണെങ്കിലും അവനതോട് ബോധ്യപ്പെടുകയാണ്. അതായത് ഇത്ര കാലം മലക്കുൽ മൗത്ത് വരും, മരണപ്പെടും, ഇങ്ങനെ കാര്യങ്ങൾ ഉണ്ടാകും, പരലോകമുണ്ടാകും, ഉയർത്തെഴുന്നേൽപ്പുണ്ടാകും, ഇതിനൊക്കെ നിഷേധിക്കുന്ന ആളുകൾ അവരുടെ എല്ലാം ആ മറ അത് നീങ്ങി ആ യാഥാർത്ഥ്യം ബോധ്യപ്പെടുന്ന സമയമാണ് മരണം നമ്മുടെ മുന്നിലെത്തുക എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിലെല്ലാം നമ്മൾ ഏറ്റവും അധികം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് മരണം എന്നുള്ളത്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത് എല്ലാ ആസ്വാദനങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെ നിങ്ങൾ ധാരാളം ഓർക്കണം. നമ്മുടെ കുടുംബം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ വാഹനം, നമ്മുടെ വീട്, അങ്ങനെ എല്ലാ ആസ്വാദനങ്ങളും, നമ്മൾ ആസ്വദിക്കുന്ന എല്ലാ കാര്യങ്ങളും, നമ്മുടെ സന്താനങ്ങൾ, ഇതിനെല്ലാം അവസാനിപ്പിക്കുന്ന, അതിൽ നിന്നെല്ലാം നമ്മൾ വിട്ടുപോകുന്ന കാര്യമാണ് മരണം എന്നുള്ളത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മുഅ്മിനീങ്ങളിൽ ആരാണ് ഏറ്റവും ബുദ്ധിമാനായിട്ടുള്ളത്, ഏറ്റവും ബുദ്ധിമാനായിട്ടുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരാണോ ഏറ്റവും കൂടുതൽ മരണത്തെ ആലോചിക്കുന്നവനും ആ പരലോകത്തിന് വേണ്ടി ഒരുങ്ങുന്നവനും ആരാണോ അവനാണ് ഏറ്റവും ബുദ്ധിമാനായിട്ടുള്ളവൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുപോലെ തന്നെ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പോകുന്ന സമയത്ത്, സഹാബികളും പോകുന്ന സമയത്ത് കുറച്ച് അപ്പുറത്ത് ആളുകൾ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നത് കണ്ടു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താണ് അവിടെ? അപ്പൊ പറഞ്ഞു, ജനാസ, ഒരു ഖബറടക്കുക എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം മാറി, വളരെ പേടിച്ചു. വേഗം ഒട്ടകം പുറത്തുനിന്ന് അല്ലെങ്കിൽ വാഹനം പുറത്തുനിന്ന് ഇറങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ അവിടെ പോയിട്ട് നിന്നു. എന്നിട്ട് അവിടെ നിന്ന് കരയാണ്, കണ്ണുനീര് നിലത്ത് മണ്ണിൽ വീഴുന്ന അത്ര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരയാണ്. എന്നിട്ട് പറഞ്ഞു, ലിമിസ്ലി ഹാദാ യാ ഇഖ്വാൻ, സഹോദരങ്ങളെ, ലിമിസ്ലി ഹാദാ ഫഅഇദ്ദു, ഇതുപോലൊരൊന്നിനു വേണ്ടിയിട്ട് നിങ്ങൾ ഒരുങ്ങിക്കൊള്ളുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയത് കാണാം. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഖബറിന്റെ അടുത്തെത്തി കഴിഞ്ഞാൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കരയാണ്, ഖബറിലെ ജീവിതം ആലോചിച്ച്, മരണത്തിനെ കുറിച്ച് ആലോചിച്ച്, പരലോകത്തിനെ കുറിച്ച് ആലോചിച്ച്. ഹസനുൽ ബസ്രി റഹിമഹുള്ളയെ പറ്റി അന്ന് കാലത്തുള്ള അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും മറ്റും പറയുന്നത് കാണാം, അദ്ദേഹം അധികം ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ അധികം സംസാരിക്കാറുണ്ടായിരുന്നില്ല. അദ്ദേഹം ഏറ്റവും അധികം പറഞ്ഞിരുന്ന ഒരു വാക്ക് അൽ മൗതു ആത്, മരണം വരും, മരണം വരും എന്നുള്ള വാക്കായിരുന്നു അദ്ദേഹം ഏറ്റവും അധികം ഓർമ്മിപ്പിച്ചിരുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തെ കാണുമ്പോൾ ശിഷ്യന്മാർ പറയാറുണ്ട്, പരലോകത്ത് നിന്ന് വരുന്നത് പോലെയാണ് എന്ന് ഞങ്ങൾക്ക് പലപ്പോഴും തോന്നാറുണ്ടായിരുന്നു. കാരണം അത്രയും പരലോകത്തെക്കുറിച്ചുള്ള ചിന്ത അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നുള്ളത്. ഇതൊക്കെ ഇവിടെ ജീവിച്ചു പോയ നമ്മുടെ മുൻഗാമികളിലെ മാതൃകയാണ്. നമുക്ക് ഒരു തവണ പോലും ഖബറാലോചിച്ച് ഭയപ്പെട്ടിട്ടില്ല എങ്കിൽ, ഖബർ കാണുമ്പോൾ പരലോകത്തെ ഓർക്കുന്നില്ല എങ്കിൽ, മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ ദിവസത്തിൽ ഒരു തവണയെങ്കിലും ഉണ്ടായിട്ടില്ല എങ്കിൽ നമ്മളെന്തോ ഗുറൂറിലായിട്ടുണ്ട്. ദുനിയാവിന്റെ പളപളപ്പുകളിൽ അല്ലെങ്കിൽ സുഖസൗകര്യങ്ങളിൽ അല്ലെങ്കിലും അതിന്റെ ചിന്തയിൽ നാം വഞ്ചിതരായി പോയിട്ടുണ്ട്. ഇവിടെ അല്ലാഹു തആല പറയാണ്, മരണം വരും, എല്ലാ യാഥാർത്ഥ്യങ്ങളും ബോധ്യപ്പെടുത്തിക്കൊണ്ട്. ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് തന്നെ പറഞ്ഞ ചില വാക്കുകൾ കാണാം, മരണം എന്നുള്ളത് അല്ലെങ്കിൽ ജീവിതം എന്നുള്ളത് ഒരു സ്വപ്നം പോലെയാണ്.
ജീവിതം എന്നുള്ളത് ഒരു സ്വപ്നമാണ്. അതിൽ നിന്ന് ആ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുന്നതാണ്, ആ എഴുന്നേൽപ്പാണ് മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് നമ്മൾ ആലോചിച്ചു, സ്വപ്നത്തിൽ നമ്മൾ വേദനിക്കുന്നുണ്ടാകും, ആസ്വദിക്കുന്നുണ്ടാകും, സന്തോഷിക്കുന്നുണ്ടാകും, ചിരിക്കുന്നുണ്ടാകും, എല്ലാം ഉണ്ടാകും യഥാർത്ഥ ഒരു സ്വപ്നത്തിൽ. ആ ഉറക്കത്തിൽ എഴുന്നേൽക്കുമ്പോഴോ അതെല്ലാം തീർന്നു, ആ വേദന അവസാനിക്കുന്നു, സന്തോഷം തീരുന്നു. അതുപോലെയായിരിക്കും മരണത്തോടു കൂടി സംഭവിക്കുക. അപ്പോ ആ കാര്യം ഉറപ്പെടുത്തുക. എന്നിട്ട് പറയാണ് ذَلِكَ مَا كُنْتَ مِنْهُ تَحِيدٌ ذَلِكَ مَا كُنْتَ ആ മരണം എങ്ങനെയുള്ളതാണ്? മാ കുൻത മിൻഹു, നീ അതിൽ നിന്ന് തഹീദ്, അതിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ, അതിന്റെ അടുത്തേക്ക് വരരുത് എന്ന നിലക്ക് ഓടി രക്ഷപ്പെടാൻ, അകറ്റി നിർത്താൻ നോക്കുന്നതാണ്. ഐ ذَلِكَ الْمَوْتُ الَّذِي كُنْتَ تَفِرُّ مِنْهُ ആ മരണം, അതാണ് മരണം. നീ ഓടി രക്ഷപ്പെടാൻ നോക്കുന്ന മരണം. ഇവിടെ ഓടി രക്ഷപ്പെടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ആർക്കും പറ്റൂല. പക്ഷെ എന്താ ഉദ്ദേശിക്കുന്നത്? മരണത്തിന് ചിന്തിക്കാതിരിക്കുക, ആലോചിക്കാതിരിക്കുക. ഇപ്പൊ ഈ മുഅ്മിനീങ്ങളും മുസ്ലിമീങ്ങളും ദീനിയായിട്ട് കേൾക്കുന്നവരും അതല്ലാത്ത ആളുകളൊന്നും മരണത്തെക്കുറിച്ച് ആലോചിക്കൂല. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു കാഫിറായിട്ടുള്ള ആള് അല്ലെങ്കിൽ നിഷേധിയായിട്ടുള്ള ആള് മരണത്തെക്കുറിച്ച്, അല്ലെങ്കിൽ പിന്നെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ അങ്ങനെ സംസാരിക്കാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തയൊന്നും അവർക്ക് ഉണ്ടാവില്ല. അവർക്ക് അവരുടെ ജീവിതം, അവര് ഒരു 80 വയസ്സ്, അവര് ഒരു മനുഷ്യന്റെ ആയുസ് എത്രയാണോ അതിനൊക്കെ പ്ലാൻ ചെയ്തിട്ട് മരണത്തെ ആലോചിച്ച് ഞാൻ ഇന്ന് മരിച്ചിരുന്നെങ്കിൽ എന്നുള്ള ചിന്ത ഉണ്ടാവില്ല അവർക്ക്. അതിനെക്കുറിച്ച് അതിനെ ഓർമ്മപ്പെടുത്തുന്ന ഒന്നും അവർ വെക്കൂല, അതിനെ ഓർമ്മപ്പെടുത്തുന്ന ഒന്നിലേക്ക് അവർ പോകില്ല. ഇപ്പോ പാശ്ചാത്യന്മാർ അവരുടെ മക്ബറകൾ, ഏത് മതമാവട്ടെ, അവരുടെ മക്ബറകൾ ആളുകൾ തിങ്ങി താമസിക്കുന്നിടത്ത് വെക്കൂല, ദൂരെയുള്ള ഏതെങ്കിലും സ്ഥലത്തേ വെക്കുള്ളൂ, കാരണം അതിന് കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ ഇസ്ലാമിൽ എങ്ങനെയാണ്? ആളുകൾ കാണുന്ന സ്ഥലത്തായിരിക്കണം, ആളുകൾക്ക് കാണാൻ പറ്റണം, കാരണം ആളുകൾക്ക് അത് ഓർമ്മപ്പെടുത്തലുണ്ടാകണം. അപ്പോ ആ രീതിയിലാണ്. പക്ഷെ അതാണ് മരണത്തിൽ നിന്ന് ഓടിയകല എന്ന് പറഞ്ഞാൽ, മരണത്തെക്കുറിച്ചുള്ള ചിന്തയിൽ നിന്ന് അതിനൊരുങ്ങുന്നതിൽ നിന്നെല്ലാം ഓടിയകലുക. അപ്പോ നന്മകളാവട്ടെ പാപങ്ങളാവട്ടെ അതൊക്കെ രേഖപ്പെടുത്തുമെന്നുള്ളതും മരണം സംഭവിക്കുമെന്നുള്ളതും പറഞ്ഞു. എന്നിട്ട് അല്ലാഹു തആല പറയാണ് വനുഫിഖ ഫിസ്സൂർ, കാഹളത്തിൽ ഊതപ്പെടും, കാഹളത്തിൽ ഊതപ്പെടും. വനുഫിഖ ഫിസ്സൂർ, ഭാഷാപരമായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പൊ ഭാഷ പഠിക്കുന്ന ആളുകളാണ്, നഫഖ അല്ലെങ്കിൽ നുഫിഖ എന്ന് പറഞ്ഞാൽ മാവിയാണോ മുളാരിയാണോ? നുഫിഖ എന്ന് പറഞ്ഞാൽ മാവിയാണ്. അപ്പോ എന്തായ അർത്ഥം? ഊതുക എന്നുള്ളത്. അപ്പൊ ഊതപ്പെട്ടു, ഫിസ്സൂർ കാഹളത്തിൽ ഊതപ്പെട്ടു എന്നുള്ളതാണ്. അപ്പൊ ഊതപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ആണ് ഷെയ്ഖ് പറയുന്നത് ഇബറുൻ അനിൻ നഫ്ഖി ബിൽ മാദി ലിതഹഖഖി വുഖൂഇഹി. ഇവിടെ നഫ്ഖ് ഊതുക എന്നുള്ളതിനെ മാവിയായിക്കൊണ്ടാണ് അറിയിച്ചിട്ടുള്ളത്, പ്രതിപാദിച്ചത് മാവിയായ പാസ്റ്റ് ടെൻസിലാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ലിതഹഖഖി വുഖൂഇഹി, അത് സംഭവിക്കുമെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്. മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഭാഷ പഠിപ്പിക്കുമ്പോൾ അറബി ഭാഷയിൽ മുളാരിയായിട്ടുള്ള ഒരു കാര്യത്തെ, വേറെ ഭാഷകളിൽ ഉപയോഗിക്കുന്ന രീതിയാണ്, മുളാരിയായ കാര്യത്തെ മാളിയിൽ പറയും, അഥവാ ഫ്യൂച്ചറിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യത്തെ പാസ്റ്റ് ടെൻസിൽ പറയും. എന്തിനു വേണ്ടിയിട്ടാണത്? അതെന്തായാലും നടക്കും എന്നുള്ള അർത്ഥത്തിൽ. ഉദാഹരണത്തിന് മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, ദഖല പ്രവേശിച്ചു എന്ന അർത്ഥം. പക്ഷെ എന്തുകൊണ്ടാണ്? എന്തായാലും പ്രവേശിക്കും എന്നുള്ള അർത്ഥത്തിൽ. അപ്പൊ കാഹളത്തിൽ ഊതപ്പെടും എന്ന് ഊതപ്പെട്ടു എന്ന് പറഞ്ഞാൽ എന്തായാലും അത് സംഭവിക്കും. അന്ത്യനാളിന്റെ അവസാനത്തെ ആ കാര്യം, അതോടുകൂടി അന്ത്യനാൾ സംഭവിക്കുകയാണ്. ആ ഊതപ്പെടും എന്നുള്ള അറിയിക്കുകയാണ്. ദാലിക യൗമുൽ വഈദ്, എന്നിട്ട് അല്ലാഹു പറയുന്നു അതാണ് യൗമുൽ വഈദ്, അഥവാ താക്കീത് ചെയ്യപ്പെട്ടിട്ടുള്ള ആ ദിവസം. ഐ അൽ യൗമുൽ ലദീ തുഅദു ബിഹിൽ കുഫാറു ജമീഅൻ, എല്ലാ നിഷേധികൾക്കും വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള, താക്കീതായി നൽകപ്പെട്ടിട്ടുള്ള ആ ദിവസം യൗമുൽ വഈദ് എന്നുള്ളത് അന്ത്യനാളിന്റെ ഒരു പേരാണ്. യൗമുൽ വഈദ് ധാരാളം പേരുകളുണ്ട്. യൗമുൽ ഖിയാമ, യൗമുൽ തനാദ്, യൗമുൽ തഗാബുൻ, യൗമുൽ വഈദ്, അങ്ങനെ ധാരാളം പേരുകൾ അന്ത്യനാളിന് ഖുർആനിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോ മരണത്തെ പറ്റി പറഞ്ഞു, അത് വ്യക്തിപരമാണ്. എന്നാൽ മൊത്തം ഈ ലോകത്തിന്റെ അവസാനമാണ് അന്ത്യനാളിൽ കാഹളത്തിൽ ഊതപ്പെടുക എന്നുള്ളത്, അതിനെ പറ്റിയും പറഞ്ഞു. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ശരിക്ക് സൂറത്തുൽ ഖാഫ്, അതുപോലെ സൂറത്തുൽ തഗാബുൻ, സൂറത്തുൽ ഹദീദ്, ഇതുപോലുള്ള സൂറത്തുകളെല്ലാം വളരെയധികം പരലോകത്തെ നമുക്ക് ചിന്തിപ്പിക്കുന്ന, അല്ലെങ്കിൽ പരലോകത്തെ കാര്യങ്ങൾ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലാണ് അത് എഴുതിയിട്ടുള്ളത്. തഗാബുൻ വേറെ കുറെ വിഷയങ്ങളുണ്ടെങ്കിൽ കൂടി സൂറത്തുൽ ഖാഫിൽ അതിന്റെ ഒരു ഓർഡറിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ഇബ്നു ഖയ്യിം അദ്ദേഹത്തിന്റെ ഫവായിദിന്റെ ആദ്യത്തെ ഫസ്ലിൽ തന്നെ വളരെ മനോഹരമായിട്ട് സൂറത്തുൽ ഖാഫിന്റെ ആയത്തുകളെ വിശദീകരിച്ച് പറയുന്നുമുണ്ട്.
വജാഅത് കുല്ലു നഫ്സിൻ മഅഹാ സായിഖുൻ 21ാമത്തെ ആയത്തിൽ പറയാണ് വജാഅത് വരും കുല്ലു നഫ്സിൻ ഓരോരുത്തരും വരും മഅഹാ അവനോടൊപ്പം ഉണ്ടാകും, അല്ലെങ്കിൽ ഓരോരുത്തരോടൊപ്പം ഉണ്ടാകും, സായിഖുൻ തെളിക്കുന്നവൻ. അഥവാ തെളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ മുന്നിൽ നിന്ന് ഇങ്ങനെ തെളിക്കുമല്ലോ, അതിനെ സായിഖ്. യസൂഖുഹ ഇലല്ലാഹ്, അഥവാ തെളിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുലേക്ക് ഇങ്ങനെ തെളിച്ചു കൊണ്ടുവരാൻ ഒരാളുണ്ടാവും. അഥവാ പരലോകത്തെ ഒരാൾ വരുന്ന അവസ്ഥയാണ് പറയുന്നത്. ഒരാൾ മരണപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് അള്ളാഹുവിന് മുമ്പിൽ വിചാരണയ്ക്ക് വരുമ്പോൾ അവനെ തെളിച്ചു കൊണ്ടുവരാൻ, അള്ളാഹുലേക്ക് തെളിച്ച് നടത്താൻ. തെളിക്കുക എന്നുള്ള വാക്ക് മനസ്സിലായല്ലോ അല്ലെ? ഒരാൾ ഇങ്ങനെ പിന്നിന്ന് ഇങ്ങനെ അങ്ങോട്ട് പോകുന്നൊക്കെ പറഞ്ഞ്, അതുപോലെ അള്ളാഹുലേക്ക് ഒരാൾ തെളിക്കാനുണ്ടാകും, സായിഖ് ഉണ്ടാവും. വശഹീദുൻ, ഒരു സാക്ഷിയും ഉണ്ടാവും അവനോടൊപ്പം, ഇവൻ ചെയ്ത കാര്യങ്ങൾക്കൊക്കെ സാക്ഷിയായിട്ട്. യശ്ഹദു അലൈഹാ ബിമാ അമിലത് ഫിദ്ദുനിയ മിൻ ഖൈരിൻ വമിൻ ശർരിൻ, ഓരോരുത്തരും എന്താണോ പ്രവർത്തിച്ചത്, എന്താണോ ചെയ്തത്, അതിന് സാക്ഷ്യം വഹിക്കാനായിക്കൊണ്ട്, ഖൈറാവട്ടെ ഷർറായിക്കോട്ടെ, അവനങ്ങനെ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവനങ്ങനെ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അവൻ ഇന്ന തെറ്റ് ചെയ്തിട്ടുണ്ട്, ഇന്ന നന്മ ചെയ്തിട്ടുണ്ട് എന്ന് ഈ കിതാബുകൾ രേഖപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ സാക്ഷ്യം വഹിക്കുന്നവനായിട്ടും ഒരാൾ ഒപ്പമുണ്ടാകും. എന്നിട്ട് പരലോകത്തെ വിചാരണക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് അവൻ കേൾക്കേണ്ടി വരുന്ന ആദ്യത്തെ ഒരു വാക്കാണ്, അല്ലെങ്കിൽ അവനോട് പറയപ്പെടുന്ന ഒരു വാക്കാണ്, ലഖദ് കുൻത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ. ലഖദ് കുൻത, തീർച്ചയായും നീ ആയിരുന്നു, ഫീ ഗഫ്ലത്തിൻ, അശ്രദ്ധയിലായിരുന്നു, മിൻ ഹാദാ, ഇതിനെ തൊട്ട്. ഏതിനെ തൊട്ട്? ഉയർത്തെഴുന്നേറ്റ് അള്ളാഹുവിന് മുമ്പിൽ നിൽക്കേണ്ടി വരുന്ന ആ ഒരു ദിവസത്തെ തൊട്ട്, ആ ഒരു സംഭവത്തെ തൊട്ട് നീ അശ്രദ്ധയിലായിരുന്നു. ഐ മിൻ ലിഖാഇ യൗമിക ഹാദാ അല്ലദീ തുവാജിഹു ബിഹി റബ്ബക്, നിന്റെ റബ്ബിന്റെ മുമ്പിൽ, റബ്ബിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കേണ്ടി വരുന്ന ഈ ഒരു ദിവസം, കണ്ടുമുട്ടുന്ന ഈ ദിവസത്തെ കുറിച്ച് നീ അശ്രദ്ധയിലായിരുന്നു. ഇവിടെ മനസ്സിലാക്കേണ്ടത് മനുഷ്യന്റെ നാശത്തിന്റെ ഒന്നാമത്തെ കാരണമാണ് ഗഫ്ലത്ത് എന്നുള്ളത്. രണ്ടാമത്തേത് കസ്ല്. ഒന്നാമത്തേത് എന്താണ്? ഗഫ്ലത്ത്. രണ്ടാമത്തേത് കസ്ല്. ഈ രണ്ട് കാര്യങ്ങളുണ്ടാവും, നശിക്കും. മനുഷ്യന്റെ വിജയത്തിന്റെ, ഗഫ്ലത്ത് പറഞ്ഞാൽ അശ്രദ്ധ, കസ്ല് എന്ന് പറഞ്ഞാൽ അലസത. അലസത. ഒരാളുടെ വിജയത്തിന്റെ അടിസ്ഥാനം ഇതിന് രണ്ടെണ്ണത്തിനെതിരായിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഇൽമ്, രണ്ട് ഇറാദത്ത്. ഇൽമ് എന്ന് പറഞ്ഞാൽ അറിവ്, ഇറാദത്ത് എന്ന് പറഞ്ഞാൽ ഉദ്ദേശം, ഒരു കാര്യം ചെയ്യാനുള്ള ഉദ്ദേശം. അതായത് ഒരു മനുഷ്യന് ഇൽമില്ലാതിരിക്കുന്ന, അഥവാ എനിക്ക് ഒരു ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട്, പരലോകമുണ്ട്, ഞാൻ മരണപ്പെട്ടു പോകും, മരിച്ചു കഴിഞ്ഞാൽ ഉയർത്തെഴുന്നേൽക്കും, വിചാരണയുണ്ട്, എനിക്ക് പരലോകമുണ്ട്, ഈ ഇൽമൊന്നുമില്ലാത്തൊരവസ്ഥ, അതിനാണ് ഗഫ്ലത്ത്. ഇതിനെക്കുറിച്ചൊന്നും അറിയാതിരിക്കുന്ന അവസ്ഥ, അതാണ് ഗഫ്ലത്ത്. ഇൽമുള്ള അവസ്ഥ അത്. ഇതുണ്ടായാൽ മതി. ഒരാൾക്ക് ഇൽമുണ്ടായി അവൻ രക്ഷപ്പെടുമോ? ഇല്ല. അവന് ഇറാഅത്ത് വേണം. ഇറാഅത്തിന്റെ എതിരാണ് കസ്ല് എന്ന് പറഞ്ഞാൽ. അഥവാ ഒരാൾക്കത് അറിഞ്ഞു വെച്ചിട്ട് ഒന്നും ചെയ്യാതിരുന്ന രക്ഷപ്പെടുമോ? ഇല്ല. അവൻ അതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഉദ്ദേശം അവനുണ്ടാവണം. കർമ്മങ്ങൾ ഉണ്ടാവണം, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം, ഒഴിവാക്കേണ്ട കാര്യങ്ങൾ ഒഴിവാക്കണം, ഇറാദത്ത് ഉണ്ടാകണം. കസ്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാദത്തിന്റെ ഓപ്പോസിറ്റ്, അലസത. ഒരാൾക്ക് ഇൽമുണ്ട്, എന്നിട്ട് അവനൊന്നും ചെയ്യണമൊന്നുമില്ല. അവനറിയാം, നല്ല ബോധമുണ്ട്, പരലോകമുണ്ട്, ഉയർത്തെഴുന്നേൽപ്പുണ്ട്, വിചാരമുണ്ട്, അറിയാം, എന്നിട്ട് നിസ്കരിക്കുന്നില്ല, തെറ്റുകൾ ഒഴിവാക്കുന്നില്ല, വേറെ പണിയെടുക്കുന്നില്ല, പരിശ്രമിക്കുന്നില്ല, സ്വന്തത്തിനെതിരെ ജിഹാദ് ചെയ്യുന്നില്ല. കസ്ലുണ്ടായാലോ നശു. ഗഫ്ലത്തും കസ്ലും ഒരാളുടെ നാശത്തിന്റെ രണ്ട് അടിസ്ഥാനങ്ങളും, ഇൽമും ഇറാദത്തും അവന്റെ വിജയത്തിന്റെ രണ്ട് അടിസ്ഥാനങ്ങളുമാണ്. ഇബ്നുൽ ഖയ്യിം മിഫ്താഹു ദാരിസ് സഅദയിൽ ഈ കാര്യം പരാമർശിക്കുന്നുണ്ട്. ഫകശഫ്നാ അൻക ഗിതാഅക, എന്നിട്ട് പറയാണ് ഫകശഫ്നാ, നാം ഇതാ തുറക്കുന്നു അൻക, നിന്നിൽ നിന്ന്, ഗിതാഅക, നിന്റെ മറയെ, അഥവാ ഈ പരലോകത്തെ കാര്യങ്ങൾ ബോധ്യപ്പെടാതെ കിടക്കുന്ന മറയെ ഇവിടെ നാം തുറക്കുന്നു. ഐ അല്ലദീ കാന യഹ്ജുബു അൻക റുഅയത്തൽ ആഖിറ, പരലോകത്തെ കാണുന്നതിനെ തൊട്ട് നിനക്ക് മറയായിട്ടുണ്ടായിരുന്നത്. പരലോകത്തെ കാണുക എന്ന് പറഞ്ഞാൽ എന്താണ് പരലോകത്തെ കാണുക കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇവിടെ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് കിതാബുൽ ഫവായിദിൽ അദ്ദേഹം ഈ സൂറത്തുൽ ഖാഫിനെ വിശദീകരിക്കുന്നിടത്ത് അതിന്റെ ആദ്യത്തിൽ പറയുന്നുണ്ട്, ഒരാൾക്ക് യഖീൻ ഉണ്ടാവുക, ഒരു പരലോകത്തെ കുറിച്ചുള്ള വിശ്വാസം, ഈമാന്റെ ഉന്നതമായ അവസ്ഥ എന്താണ്? യഖീനാണ്, ദൃഢമായ ബോധ്യം ഉണ്ടാവുകയാണ്. ആ യഖീൻ മൂന്ന് തരത്തിലുണ്ടാകും. ഇൽമുൽ യഖീൻ ഉണ്ടാകും, ഐനുൽ യഖീൻ ഉണ്ടാവും, ഹഖുൽ യഖീൻ ഉണ്ടാവും. യഖീൻ ദൃഢത. ഇൽമുൽ യഖീൻ എന്ന് പറഞ്ഞാൽ അറിവ് കൊണ്ടുള്ളത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും, അല്ലെങ്കിൽ സാധാരണ ഒരു മുസ്ലിമിന് ഉണ്ടാകുന്ന എന്താണ്? ഇൽമുൽ യഖീനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം അറിയിച്ചു തരുന്നു, നമ്മൾ വിശ്വസിക്കുന്നു, അതിൽ ദൃഢമായ ബോധ്യം, ആ അറിവിൽ നമുക്ക് ദൃഢമായ ബോധ്യം ഉണ്ടാകുന്നു. ഇൽമുൽ യഖീൻ ഇത് എല്ലാവർക്കും ഉണ്ടാകേണ്ടതാണ്.
ഏതൊരു വിശ്വാസിക്കും ഉണ്ടാകുന്നത്. ഐനുൽ യഖീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണുകൊണ്ട് കണ്ടിട്ട് ബോധ്യപ്പെടലാണ്. കണ്ണുകൊണ്ട് ഇപ്പൊ നരകമോ അല്ലെങ്കിൽ സ്വർഗമോ എന്താവട്ടെ നാളെ പരലോകത്ത് കാണുമ്പോൾ ഉണ്ടാകുന്ന ആ യഖീൻ, അതാണ് ഐനുൽ യഖീൻ. ഹഖുൽ യഖീൻ എന്ന് പറഞ്ഞാൽ അത് അനുഭവിക്കുമ്പോൾ, ഇപ്പൊ മുഅ്മിനീങ്ങൾ സ്വർഗത്തിലെത്തി സ്വർഗീയത്തിൽ നമ്മൾ കേട്ടിട്ടുള്ള അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം അനുഭവിക്കുമ്പോൾ ഉണ്ടാകുന്നതിനാണ് എന്ത് പറയുന്നത്? ഹഖുൽ യഖീൻ എന്ന് പറയുന്നത്. ഇവിടെ ഐനുൽ യഖീൻ എന്നുള്ളത് തന്നെ രണ്ട് തരത്തിലുണ്ടാകുന്നതാണ്. ഇബ്നുൽ ഖയ്യിം ഫവായിദ് പറയുന്നത് രണ്ട് തരത്തിൽ. ഒന്ന് കണ്ണുകൊണ്ടുള്ളതും ഉണ്ടാകും, രണ്ട് ഖൽബ് കൊണ്ടുള്ളതും ഉണ്ടാകും. ഖൽബിന്റെ കണ്ണുകൊണ്ട് കാണുന്ന അവസ്ഥ. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം അതിൽ വിശദീകരിക്കുന്നുണ്ട്, അങ്ങനെയുള്ള ഖൽബിന് ഹയാത്തുള്ള ആളുകൾ അവർ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഖുർആൻ ഓതുമ്പോഴുമെല്ലാം സ്വർഗമാവട്ടെ നരകമാവട്ടെ പരലോകമാവട്ടെ അള്ളാഹുവിന്റെ വിശേഷണങ്ങളാവട്ടെ അതെല്ലാം പാരായണം ചെയ്യുമ്പോൾ അവരുടെ ഖൽബിന്റെ കണ്ണുകൊണ്ട് അത് കണ്ടുകൊണ്ടായിരിക്കും അവർ പാരായണം ചെയ്യുക. അതായത് ഇപ്പൊ സ്വർഗത്തിന്റെ പറ്റിയിട്ട് ഇപ്പൊ സൂറത്തുൽ വാഖിയ നരകത്തെ പറ്റിയിട്ടും സ്വർഗത്തെ പറ്റിയിട്ടൊക്കെ ധാരാളം പരാമർശിക്കുന്നത്, അത് പാരായണം ചെയ്യുമ്പോൾ ഖൽബിന്റെ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ ആയിരിക്കും ആ പാരായണം അവന്റെ ജീവിതത്തിൽ ഉണ്ടാവുക. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ആളുകൾ, ഖൽബിന് ഹയാത്തുള്ള ആളുകൾ അങ്ങനെ ഉണ്ടാകുമെന്നുള്ളത് നമുക്കത് മനസ്സിലാകുന്നില്ല എങ്കിൽ, നമുക്കതിന് സാധിക്കുന്നില്ല എങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ ഐനുൽ യഖീൻ, നമ്മുടെ ഖൽബിന് അത്രയും പരിശുദ്ധി ഇല്ല എന്നുള്ളതാണ് എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്. അധികം ആളുകൾക്കും അത് ഉണ്ടാവില്ല. അവർക്ക് ഇൽമുൽ യഖീനാണുള്ളത്, എല്ലാവർക്കും ഉള്ളത്. പക്ഷേ ഒരാളുടെ ഖൽബ് എത്രത്തോളം ശുദ്ധീകരിക്കപ്പെടുന്നുവോ, എത്രത്തോളം അത് ജീവസുറ്റതാകുന്നുവോ, അത്രത്തോളം അവന് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അവന്റെ ഖൽബിന്റെ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ ഉണ്ടാകും. അപ്പോൾ ആ കാഴ്ച യഥാർത്ഥത്തിൽ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നവൻ അവനാണ് ഈമാനിൽ ഉന്നതമായ അവസ്ഥയിലെത്തുന്നവൻ. ഇവിടെ പറയുന്നത് പരലോകത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ ഇൽമുൽ യഖീൻ പോലും ഇല്ലാതെ, ഒന്നും വിശ്വസിക്കാതെ, അതിനെക്കുറിച്ച് മൊത്തം ഒരു മറയിടപ്പെട്ട അവസ്ഥയിലുള്ള കാഫിരീങ്ങൾ, അവരുടെ മറ നീക്കപ്പെടും. അല്ലാഹു തആല പറഞ്ഞ ആ മറ നീങ്ങും, ഇതെല്ലാം കണ്ടുബോധ്യപ്പെടും. ഫബസറുകൽ യൗമ ഹദീദ്, എന്നിട്ട് അല്ലാഹു തആല പറയുന്ന വാക്കാണ്, നിന്റെ നോട്ടം അല്ലെങ്കിൽ നിന്റെ കാഴ്ച അൽ യൗം, ഇന്ന്, അൽ ഹദീദ്, ഹദീദ് എന്ന് പറഞ്ഞാൽ ഷാർപ്പാണ്. ഇന്ന് നിനക്ക് വളരെ കൃത്യമായി നിനക്കിത് കാണാൻ പറ്റും. ഐ ഹാദുൻ ഖവിയ്യുൻ തറാ ഫീഹി മാ കുൻത തുൻകിറുഹു ഫിദ്ദുനിയ വലാ തുസദ്ദിഖു ബിവുജൂദിഹി, നിനക്കിതാ ഇന്ന് വളരെ കൃത്യമായി കാണാം, ശക്തമായ കാഴ്ചയിൽ നിനക്ക് കാണാൻ സാധിക്കും. നീ എന്താണോ നിഷേധിച്ചത്, നീ എന്താണോ ഉണ്ടാകുമെന്നതിനെ സത്യപ്പെടുത്താതിരുന്നത്, ആ കാര്യങ്ങളെല്ലാം നിനക്കിന്നിതാ കണ്ടു ബോധ്യപ്പെടാൻ പറ്റുന്നതാണ് എന്ന് കാഫിരീങ്ങളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് പറയുന്ന വാക്കാണ്. അപ്പോ ഇത്രയും മതി. ഈ ആയത്തുകളിൽ നമ്മൾ പറഞ്ഞ കാര്യം, ഒന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇൽമിനെ പറ്റി പറഞ്ഞു, ഏതൊരു കാര്യവും അള്ളാഹു തആല സൂക്ഷ്മമായി അറിയുന്നതാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അള്ളാഹു ഖരീബാണ്, അള്ളാഹുവിന്റെ ഖുർബും മഅയ്യത്തും തമ്മിലുള്ള വ്യത്യാസം സാന്ദർഭികമായി നാം ഓർമ്മപ്പെടുത്തി. അതുപോലെ തന്നെ ഏതൊരു കർമ്മവും രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. മരണത്തെ സംബന്ധിച്ച്, മരണം എന്തായാലും വന്നെത്തും, അതിന്റെ യാഥാർത്ഥ്യം പറഞ്ഞു. അന്ത്യനാളെ സംബന്ധിച്ച് അന്ത്യനാൾ സംഭവിക്കുകയും പിന്നെ ഉയർത്തെഴുന്നേൽപ്പിൽ ആളുകൾ അള്ളാഹുവിന്റെ അടുക്കൽ വരുന്നതും അള്ളാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് അവന് യാഥാർത്ഥ്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ആ കാര്യവും പരാമർശിച്ചു. ഇനി അതിനുശേഷം നരകത്തിൽ കിടക്കുന്ന ആളുകളുടെ കുറച്ച് വിശേഷണങ്ങൾ ഈ സൂറത്തിൽ വരുന്നുണ്ട്. അതുപോലെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ധാരാളം വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ദർസുകളിൽ നമുക്കത് വായിക്കാം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.